വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ റവ കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നല്ല പൂ പോണക്കത്തെ പാലപ്പവും വെള്ളയപ്പവും ഉണ്ടാക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. മെയിൻ ഇൻഗ്രീഡിയൻ്റായ റവ എടുത്തു വെച്ചിട്ടുണ്ട്, തേങ്ങ. അപ്പം ഞാൻ അതിനോട് തന്നെ ഒരു മിക്സി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 1.5 കപ്പ് റവയാണ് എടുക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചോറ്. ഞാൻ വൈറ്റ് റൈസിൻ്റെ ചോറാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2.5 മുതൽ 3 ഗ്ലാസ് വെള്ളം വരെ നമുക്കിതിനകത്ത് ചേർക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് കൂടുതൽ വെക്കല്ല്. കാര്യം നമ്മളിതിനകത്ത് 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത്. അല്ലാത്ത ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരുപാട് ചൂടുള്ള ചൂടുവെള്ളത്തിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമുക്കൊരു 15 മിനിറ്റ് വെക്കാം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെതായിട്ടുള്ള ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് കഴിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിനി ഇത് 15 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചുട്ടെടുക്കും. അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഞാൻ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു അപ്പം ഒഴിച്ച് നോക്കാം. നമ്മുടെ അപ്പം ഇപ്പം വെന്തിട്ടുണ്ട്. ഇത് വേണേൽ തിരിച്ചിടുകയും ചെയ്യാം, പക്ഷേ തിരിച്ചിടേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് 2 സൈഡും. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ഈ സെയിം മാവ് വെച്ച് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഇളക്കി വേണം ഇത് ഒഴിക്കാനായിട്ട്. നല്ല ബബിൾസ് ഒക്കെ വരും. നമ്മുടെ അടിപൊളി പാലപ്പം കണ്ടില്ലേ. നമ്മുടെ പാലപ്പവും വെള്ളയപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട്. വെറും 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.